ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ ദിവസം, ഒരു പുതിയ സന്ദേശമായി നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ ദൂതുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അവൻ പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ ഒരു വലിയ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ആ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഇതാ തന്റെ വാഗ്ദത്തത്തെ അവൻ സഭയ്ക്ക് കൈമാറുകയാണ്. ഇവിടെ ഇതാ ഈ കാലഘട്ടത്തിൽ ഈ വാക്യത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ ഗൗരവമുണ്ട്. എന്ന് വെച്ചാൽ ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്, യൗവനക്കാർ ഇടറി വീഴുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയുണ്ടോ എന്ന് ദൈവം നോക്കിക്കാണുന്നത്. സ്തോത്രം. ഇവിടെ ഇതാ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ, യൗവനക്കാർ ചിലരെല്ലാം ഇടറി വീഴുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ, അവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു, എങ്കിലും എല്ലാ പ്രതിസന്ധികളും വരുമ്പോൾ, എല്ലാ പ്രതികൂലങ്ങളും വരുമ്പോൾ, ആമേൻ, എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും വേദനകളും കഷ്ടതകളും അനുഭവിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഭക്തന് അവൻ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഞാൻ കേട്ട വാഗ്ദത്തം, ഞാൻ കേട്ട ദൈവശബ്ദം, ഞാൻ കേട്ട പ്രവചന ദൂതുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഇവിടെ ഇതാ വളരെ വ്യക്തമായി പ്രവാചകനിലൂടെ വിളിച്ചു പറയുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ചില ബാല്യക്കാർ തളർന്നു പോകുമ്പോൾ, ക്ഷീണിച്ചു പോകുമ്പോൾ, യൗവനക്കാർ ഇടറി വീഴുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവം ആശ്രയമായിരിക്കുന്ന ഒരു സഭ, ഒരു വ്യക്തി, ഒരു കുടുംബം, അവരിതാ വ്യക്തമായും പറയുന്നു, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ അവൻ നടക്കുകയും ചെയ്യും. ഈ ദിവസങ്ങൾ ദൈവത്തിനു വേണ്ടി അവൻ ഓടുവാൻ, ദൈവത്തിനു വേണ്ടി അവൻ അധികം അധ്വാനിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി അധികം പ്രവർത്തിക്കുവാൻ, ഞാൻ കേട്ട ദൈവിക വാഗ്ദത്തത്തിന് വില കൊടുത്തുകൊണ്ട് ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന പരമാധികാരത്തെ പരിപൂർണമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എൻ്റെ മുമ്പിൽ എന്തൊക്കെ പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും ഏതൊക്കെ നിന്ദകളിലൂടെയും കഷ്ടതകളിലൂടെയും ഞാൻ കടന്നുപോയാലും എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവരുണ്ടോ? ഈ സമയത്ത് എന്നെ ശ്രമിക്കുന്നവരുണ്ടോ? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ടും പറയാം, ദൈവം ഒരു വാഗ്ദത്തം നിന്റെ മേലും എൻ്റെ മേലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ അവൻ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ച് അവനിൽ കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു ജീവിതം നമ്മളിൽ എപ്പോഴാണ് പ്രകടമാകുന്നത്? ആ നിമിഷം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം നമ്മളിലൂടെ അവൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേട്ട വാഗ്ദത്തത്തിന് വില കൊടുത്ത് അവൻ കാത്തിരിക്കുവാൻ തയ്യാറാകുമ്പോൾ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകുന്നിടത്ത്, യൗവനക്കാർ ഇടറി വീഴുന്നിടത്ത് ഇതാ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുന്ന നിലവാരത്തിൽ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ ദൈവത്തിനു വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടിയും വില കൊടുക്കുന്ന ഒരു ദൈവവൈതലായി നിങ്ങളും ഞാനും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ഇന്ന് ഈ സമയത്ത് നമുക്കൊന്ന് നമ്മെ സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? അങ്ങനെ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ തൊട്ടനുഗ്രഹിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.